ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ ബാക്കി ഭാഗമാണിത്. അപ്പോൾ ഇതിൽ ബബ്ലൂസിൻ്റെ പൊളിച്ചെടുത്ത് നീറ്റാക്കി കാണിച്ചല്ലോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കണേ എങ്ങനെയെന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് കറുത്ത കസകസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് അത് കുതിരാനുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് വരുന്ന സമയത്തിന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. കുറച്ച് മതി ആ സമയം കുതിരാനായിട്ട്. എന്നിട്ട് ഇതിൽ ഞാൻ പഞ്ചസാരയല്ല ഇടണം. എനിക്ക് പഞ്ചസാര അങ്ങനെ കഴിച്ചുകൂടാ. അപ്പം പഞ്ചസാരയല്ല ഇടണം. ഇത് ചെറുതേനാണ്. ഞാൻ വലിയ തേനും ഉപയോഗിക്കും. ഇത് ഞാൻ ചെറുതേൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അവർ, അവരുടെ ഫാമിൽ നിന്ന് എടുത്ത. എന്നിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് ബബ്ലൂസിൻ്റെ അല്ലികൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കണം. എനിക്ക് ഒരു കപ്പിന് മാത്രമായിട്ട് കുറച്ചെടുത്ത്, എന്നിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് മാത്രം തേൻ ഒഴിക്കണം. എനിക്ക് മധുരം കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ കുറച്ച് തേൻ അതിലൊഴിച്ചോളൂ. എന്നിട്ട് അതിന് നമുക്ക് കുറച്ച് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. പിന്നെ വെച്ചാൽ ഒരു കപ്പിന് മതിയല്ലോ, ഇതിൽ നല്ലത് ചാറ് കിട്ടും. അപ്പോൾ അതൊരു കപ്പിന് എടുത്തിട്ട് ഞാൻ അടിക്കുകയാണ്. അടിച്ചിട്ട് ഇത് നമുക്ക് അരിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റും. അതിൽ നാരൊന്നും ഇത് വേണ്ട വേസ്റ്റ് തരികളൊന്നും കാണില്ല. എന്നിട്ട് കുറച്ച് കുതിർത്ത കസുകസും കൂടെ നമുക്കിടാം. എനിക്ക് അതും കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. വേണമെങ്കിൽ അത്രയും ചേർക്കാൻ പറ്റും. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നാടൻ ഫ്രൂട്ടാണ് ഒന്നാമത്. ഇതിൽ തന്നെ നല്ല ഒരുപാട് പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. എന്തൊക്കെ ഉണ്ടെന്ന് വിവരിക്കാൻ നിന്നാൽ ഈ ഒരു വീഡിയോയിലൊന്നും നിൽക്കില്ല. ഇത് അടിപൊളി ഒരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.